സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുകുണിതാദൃദാനനേന്ദോ മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂ നയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. പല്ലവാരുണ പാണിപങ്കജ സംഘിവേണുരവാകുലം ഭുല്ലപാടല പാടലീ പരിവാദി പാദസരോരുഹം ഉല്ലസൻ മധുരാധരദ്യുതി മഞ്ജരീ സരസാനനം വല്ലവീ കുജകുംഭകുങ്കുമ പങ്കിലം പ്രഭുമാശ്രയേ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ ന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. ഭാഗവതത്തിലെ ഏറ്റവും വിശേഷമായിട്ടുള്ള ദശമസ്കന്ധം. ദശമസ്കന്ധത്തില് 37ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് അനുസ്മരിക്കേണ്ടത്. നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് അന്തകനായിട്ടുള്ള വിഷ്ണുവിനെ പേടിച്ച് ഇരുന്നതായിട്ടുള്ള കംസൻ ഈ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ തന്നെ ആ രാമകൃഷ്ണന്മാരെ മഥുരയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ കൊണ്ടുവന്ന് തൻ്റെ ഏറ്റവും ശക്തിയേറിയതായിട്ടുള്ള ആ കുവലയാപീഠത്തെ കൊണ്ട് കുത്തിക്കൊല്ലിക്കാം എന്ന് വിചാരിച്ചു. ഇനി അതും സാധിക്കുന്നില്ലെങ്കിൽ ഗംഭീരന്മാരായിട്ടുള്ള ചാണൂരൻ, മുഷ്ടികൻ, തോശരകൻ തുടങ്ങിയതായിട്ടുള്ള ധാരാളം മല്ലന്മാരെ കൊണ്ട് അവരെ നിഗ്രഹിക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അതിനായിക്കൊണ്ട് രാമകൃഷ്ണന്മാരെ ഇങ്ങോട്ട് വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കിയതായിട്ടുള്ള കംസൻ ആ ഭഗവാനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനായിട്ടുള്ള അക്രൂരനെ ഏൽപ്പിക്കുകയും അക്രൂരനിൽ നിന്ന് പറഞ്ഞു, ദൈവം ഹി ഫലസാധനം. കംസ, അങ്ങ് വിചാരിക്കുന്നത് പോലെ തന്നെ ഈ പ്രകൃതി തനിക്ക് യോജിച്ചു വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒക്കെ ഈശ്വരേച്ഛ പോലെ എല്ലാം നടക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും കാലം ആ കണ്ണനെ കാണാനും അല്ലെങ്കിൽ അവരുടെ വർത്തമാനങ്ങൾ അറിയുവാനും വേണ്ടിയൊക്കെ മോഹിച്ചിരുന്നതായിട്ടുള്ള അക്രൂരന് ഇന്നിപ്പം കണ്ണന്റെ അടുത്തേക്ക് പോകുവാൻ വേണ്ടി ആരാണോ ഇത്രയും കാലം തടഞ്ഞത് ആ തടഞ്ഞ ആള് തന്നെ പറഞ്ഞു വിട്ടു. എന്തായാലും അങ്ങനെ അക്രൂരൻ സന്തോഷത്തോടു കൂടി പോകാൻ തയ്യാറായിട്ടുള്ള ആ രംഗമാണ് നമ്മൾ അവിടെ അനുസ്മരിച്ചത്. പിന്നീട് ആണ് കംസൻ കേശി എന്ന പേരായിട്ടുള്ള അസുരനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. കേശി എങ്ങനെയാണ്? ഒരു കുതിരയുടെ വേഷത്തിലാണ് പോയത്. കേശീതു കംസപ്രഹിത ഖുരൈർമഹിം മഹാഹയോ നിർജരൻ മനോജവ സടാവധൂതാഭ്രവിമാന സങ്കുലം കുർവൻ നഭോഹേഷിത ഭീഷിതാഖില. ഓരോ അസുരന്മാരും ഓരോരോ മൃഗങ്ങളുടെ ശരീരത്തിൽ കയറുമ്പോഴേക്കും ആ മൃഗങ്ങളുടെ ആകാരത്തെ വർണ്ണിക്കുക. അതൊരു പ്രത്യേകതയാണ് ഭാഗവതത്തില്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൻ കുതിരയുടെ ഒരാകൃതിയിലാണ് ആ നന്ദകുലത്തിലേക്ക് യാത്രയായ ആ കേശി.
അങ്ങനെ ചിന്തിക്കാൻ പോലും വയ്യാത്തതായിട്ടുള്ള വേഗത, ഏറ്റവും കൂടുതൽ അല്ലെ ശക്തി ആർക്കാണ്? ഹോഴ്സ് പവർ എന്നല്ലേ പറയാ. കുതിരയ്ക്കാണ് ഏറ്റവും വലിയ ശക്തി. അപ്പം ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തതായിട്ടുള്ള ആ വേഗത, പിന്നെയോ തൻ്റെ ആ കുഞ്ഞു രോമങ്ങൾ അങ്ങോട്ട് വിടർന്ന് നിൽക്കുമ്പോഴേക്കും ഇതിങ്ങനെ മേഘത്തോളം ഉയർന്ന് അവയെയൊക്കെ ഛിന്ന ഭിന്നമാക്കുന്നു എന്ന് പറയാണ്. ആ മേഘത്തിനെയൊക്കെ ഛിന്ന ഭിന്നമാക്കുന്ന രീതിയിൽ ഈ രോമങ്ങളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു. അത് തന്നെയോ അതിലൂടെ ആ മേഘപാളികളുടെ ഇടയിലൂടെ ഓടുന്നതായിട്ടുള്ള വിമാനങ്ങളൊക്കെ ഈ രോമങ്ങൾ തട്ടി തകർന്ന് അവിടെ താഴെ വീഴുന്നു. ഇങ്ങനെ സടാവധൂതാഭ്രവിമാനസങ്കുലം കുർവന്നഭോ ഹേഷിതഭീഷിതാഖില. അതിഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ ഓരോ ദിക്കുകളിലും വന്ന് ചെന്ന് തട്ടി ദിഗന്തരങ്ങളെ മുഴുവൻ കമ്പനം കൊള്ളിക്കുന്നതായിട്ടുള്ള ശബ്ദത്തോടുകൂടി, തുറിച്ച വട്ടക്കണ്ണുകളോടുകൂടി, വിശാല നേത്രോ വികടാസ്യ കോട്ടരോ. എങ്ങനെയാണ്? ആ ഗുഹ പോലെയുള്ള തൻ്റെ വായ, നീണ്ടു തടിച്ചതായിട്ടുള്ള കഴുത്ത്, ആ മഹാമേഘത്തിന്റെ വർണ്ണത്തോടു കൂടിയിട്ടുള്ള ആ നീല കറുത്തിരിക്കുന്നതായിട്ടുള്ള കുതിര അല്ലെ, ഭയാനക രൂപത്തില് ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് കുതിച്ചു ചാടിക്കൊണ്ട് ആ ദുഷ്ടൻ നേരെ എവിടെ? കംസന്റെ ഹിതം സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വെമ്പലോടെ ആ കുളമ്പുകൾ ഒക്കെ ആ ഭൂമിയെ വലിച്ചു കീറുന്ന സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള പൊട്ടിപ്പടലങ്ങളെ കൊണ്ട് ഇന്ന് നന്ദഗോപുരം മുഴുവൻ മറച്ചിരിക്കുന്നു. അതേപോലെയാണ് അവിടെ പൊട്ടിപ്പരത്തിക്കൊണ്ട് ആ നന്ദഗോകുലത്തിലേക്ക് വന്നെത്തിയവിടെ. തൻ്റെ ഈ ഒരു ശബ്ദ കോലാഹലം കേട്ടുകൊണ്ട് ആ ഗോകുലത്തിൽ നിന്ന് എല്ലാവരും, ഗോപന്മാരും ഗോപികമാരും ഒക്കെ എന്തെന്നില്ലാത്ത ഭീതിയോടുകൂടി അവരൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ കുതിര എന്ത് ചെയ്തു? ആ വാലങ്ങോട്ട് പൊക്കി ആ രോമങ്ങൾ കൊണ്ട് മേഘപാളികളെയൊക്കെ ചിതറിച്ചുകൊണ്ട് തന്നെ അന്വേഷിച്ച് വരുന്നതുമായിട്ടുള്ള ആ കേശിയെ ഭഗവാൻ മുന്നിൽ കണ്ടു. മുന്നിൽ ചെന്ന് ആ ഭഗവാൻ അടുക്കലേക്ക് ചെന്നിട്ട് യുദ്ധത്തിനായിട്ട് പോരിന് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും കാലം ആ കേശിയുടെ അടുത്തേക്ക് ഒരാളെ എത്തിച്ചെല്ലുക എന്ന് പറഞ്ഞ എളുപ്പമല്ല. അത് ഇതുവരെ പരാജയം നടക്കാത്ത ഒരാളാണ് അവിടെ ശരിക്കും പറഞ്ഞ കേശി. അപ്പം അതാണ് അവിടെ പറയുന്നത്, തദ്വഞ്ചയിത്വാതം അധോക്ഷജോരുഷ. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? അധോ ന ക്ഷീയത്തെ, ഒരിക്കലും താഴോട്ട് പോകാത്ത ഒരാളായിട്ടുള്ള കേശിയുടെ നേരെ ഇപ്പൊ പോർവിളി ആയിക്കൊണ്ട് ഭഗവാൻ വന്നപ്പം അല്ലെ ദേഷ്യമായി. അത് കേട്ട ഉടനെ എന്ത് ചെയ്തു? കേശി ഒരു സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ആ കൃഷ്ണന്റെ സമീപത്തേക്ക് കുതിച്ചെത്തി. അവിടെ ആ കേശിയുടെ വേഗത എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്ര വേഗതയാണ്. അത് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ അവനോട് അടുക്കുവാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ നേരെ ആ കേശിയുടെ അടുത്തേക്ക് അങ്ങോട്ട്, കേശി ഇപ്പൊ ഇവനെ അങ്ങ് തീർത്തേക്കാം എന്നുള്ള രീതിയിൽ പണ്ട് ഒരാള് വാവിളിച്ചു അല്ലെ, വാവിളിച്ച സമയത്ത് അതിലേക്ക് കയറിപ്പോയി ഭഗവാൻ. പിന്നെയാണോ ഭഗവാൻ ഈ കേശിയുടെ ഇത് അല്ലെ, ആ വാപൊളിച്ച് ഇപ്പൊ ഇവനെ ശരിയാക്കിയേക്കാം എന്നുള്ള രീതിയിൽ വായ അങ്ങോട്ട് പൊളിച്ചു. അവിടെ ആകാശം ആ വായ്ക്കകത്താണോ എന്ന് തോന്നിപ്പോകും. ആ വായ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആകാശം ആണോ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. അത്ര കണ്ട് വലുതായിരുന്നു എന്നർത്ഥം അവിടെ. എന്തായാലും ആ കൃഷ്ണന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തി. അവിടെ തൻ്റെ ആ കൃഷ്ണന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? പുറകോട്ട് തിരിഞ്ഞങ്ങോട്ട് നിന്നിട്ട് തൻ്റെ ആ പിൻകാലുകൾ കൊണ്ട് ഒരു തട്ടി അവനെ ശരിയാക്കാൻ വേണ്ടി നോക്കി. അവിടെ ഇത് നോക്കിയപ്പോഴത്തേക്കും ആ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ നോക്കിയപ്പോഴത്തേക്കും എന്തായി? ആ ഒന്ന് അവിടുന്ന് വേഗം ആ പിൻകാലുകൾ കൊണ്ട് ചവിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേഗം അങ്ങോട്ട് മാറി ഭഗവാൻ. എന്നിട്ട് ആ പിൻകാലുകളെ അങ്ങോട്ട് പിടിച്ചു ഭഗവാൻ. ഇങ്ങോട്ട് തനിക്കായിട്ട് തന്നെ കാണിച്ചു തന്നാലേ ആ പിൻകാലുകളെ അങ്ങോട്ട് പിടിച്ച് ഗരുഡൻ എങ്ങനെയാണോ ആ പാമ്പിനെ അങ്ങോട്ട് ചുഴറ്റി അങ്ങോട്ട് എറിയുന്നത് അതേപോലെ ആ കേശിയെ ഒന്ന് ചുഴറ്റി
നേരെ എന്താ പറയുന്നേ, 100 വിൽപ്പാടകലെ എറിഞ്ഞു എന്നാണ് പറയുന്നത് അവിടെ. അതായത് സാവജ്ഞമുത്സൃജ്യ ധനുഷതാന്തരേ, 100 വിൽപ്പാട് 100 വിൽപ്പാട് അകലെ ചെന്ന് തെറിച്ചു വീണു അവിടെ. ആ ഒരു വീഴ്ചയില് ഇത് തനിക്ക് ഒരു പ്രയത്നം അല്ലെന്നുള്ള ഒരു ഭാവത്തോട് കൂടിക്കൊണ്ട് കേശി എന്താണ്, ഈ ദേഷ്യം, ഈ കൃഷ്ണന്റെ മുഖത്തുണ്ടാകുന്നതായിട്ടുള്ള ഈ ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു ചേട്ട കണ്ടുകൊണ്ട് നേരെ എന്തായി, അവിടുന്ന് വീണ്ടും ബോധം വീണ്ടെടുത്തുകൊണ്ട് കോപത്തോടുകൂടി അവിടെ ആ വായും പൊളിച്ചുകൊണ്ട് നേരെ ഭഗവാന്റെ അടുത്തേക്ക് വാഞ്ഞെത്തി അവിടെ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭഗവാൻ എന്ത് ചെയ്തു, ആ പാമ്പിന്റെ മാളത്തില് കൈയിടുന്നത് പോലെ തൻ്റെ ആ ഉരുക്ക് കൈകള് അവന്റെ ആ വായിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നാണ് പറയുക. പ്രവേശയാമാസ യഥോരഗംബിലേ, മാളത്തില് എങ്ങനെയാണോ ആ പാമ്പുകളുടെ മാളത്തിലേക്ക് കൈയിടുന്നത്, അതേപോലെ ആ ഭഗവാന്റെ ഇരുമ്പ് കൈകൾ അങ്ങോട്ട് എടുത്തങ്ങ് വെച്ചു. ചുട്ട് പഴുപ്പിച്ചതായിട്ടുള്ള ആ ഇരുമ്പിൻ കഷ്ണം കടിച്ചാൽ എന്താ സംഭവിക്കുക എന്ന പോലെ ആ കൃഷ്ണന്റെ ആ കരത്തെ, അതോ ഭഗവാൻ ആ കയ്യങ്ങ് വെച്ചതിന് ശേഷം അതങ്ങോട്ട് വലുതാക്കാൻ തുടങ്ങി അവിടെ. അങ്ങനെ ആ കേശിയുടെ പല്ലുകൾ മുഴുവൻ ആ ഇരുമ്പ് കഷ്ണത്തിൽ ചെന്നങ്ങ് തട്ടി വലുതായി, അതെല്ലാം കൊഴിഞ്ഞു വീണു അവിടെ. അപ്പൊ സാധാരണ ഒരു രീതിയിലെ ചികിത്സയിലൊക്കെ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു ഇതാണ് മഹോദരം എന്ന് പറയും, വയറ് വീർക്കുന്ന ഒരു സ്വഭാവം. ഇങ്ങനെ വയറ് വീർക്കുക, ജലോദരം, ഈ ജലം നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഭഗവാന്റെ കയ്യ് വളരുന്നതിനനുസരിച്ച് വളർന്നു വലുതാകുന്നതായിട്ടുള്ള കൈ കൊണ്ട് ആ കേശി ശ്വാസം മുട്ടി, ആ ശ്വാസം തടസ്സപ്പെട്ടോടെ അവന്റെ കാലുകൾ അവൻ വിടർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ആ ശരീരമാസകലം മുഴുവൻ വിയർപ്പ് ചൊരിഞ്ഞുകൊണ്ട്, കണ്ണ് മിഴിച്ച് മലമൂത്രാദി വിസർജനങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, ഛർദിച്ചുകൊണ്ട് അങ്ങനെ അവിടെ മരിച്ചു വീണു എന്ന് പറയാണ്. നല്ല മൂത്ത് പഴുത്തതായിട്ടുള്ള ആ എന്താണ് ഈ കക്കരിക്ക പോലെയുള്ള എന്താണ് അവന്റെ വായിൽ നിന്നും ഇങ്ങനെ കൃഷ്ണൻ കയ്യങ്ങോട്ട് ഊരിയെടുത്തോടുന്ന്. എന്നിട്ടോ ആ കേശിയെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഒട്ടും ക്ലേശമുണ്ടായിട്ടില്ല എന്ന് പറയാണ് അവിടെ. അങ്ങനെ നിഷ്പ്രയാസം ആ ചെയ്ത കാര്യത്തിൽ അഹങ്കാരം ഭാവിക്കാതെ അങ്ങനെ അവിടെ നിലകൊണ്ടു ഭഗവാൻ. എന്തായാലും കേശിയെ നിഗ്രഹിച്ച് കണ്ടതില് അത്ഭുത പരതന്ത്രരായിട്ടുള്ള ആ ആകാശവീതിയിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാര് എല്ലാവരും ഭഗവാനിത പുഷ്പവൃഷ്ടി ചെയ്തു. എന്തായാലും കേശിയെ വധിച്ചുകൊണ്ട് ഭഗവാന് പുതിയ ഒരു പേരും കൂടി കിട്ടി എന്നാണ് പറയുന്നത് അല്ലെ. ആ കേശവൻ എന്നുള്ളൊരു പേര് കേശിയെ വധിച്ച ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും ഒരു വിസ്മയവും തോന്നില്ല. കാരണം ഇതിനു മുമ്പ് എന്തൊക്കെ ലീലകൾ ഭഗവാൻ അവിടെ, അത്യത്ഭുതമായിട്ടുള്ള ലീലകൾ അവിടെ ആടി. എന്തായാലും ആ കേശി ഹതനായി കഴിഞ്ഞപ്പോഴേക്കും മഹാഭാഗവതോത്തമനും ദേവർഷി പ്രവരനുമായിട്ടുള്ള ശ്രീനാരദ മഹർഷി ഏത് കാര്യവും നിഷ്പ്രയാസം നിർവഹിക്കുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ സമീപത്തേക്ക് വന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, അങ്ങിങ്ങനെ ജാഗ്രത ആയിട്ട് ഇരുന്നില്ലെങ്കിൽ പറ്റില്ല. അങ്ങ് ആരാണ് യഥാർത്ഥത്തിൽ? അങ്ങ് അപരിച്ഛിന്ന സ്വരൂപമാണ് ശരിക്കും അല്ലെ. അങ്ങ് ആർക്കും അളക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കാത്ത ആളാണ്. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സത്വതാം പ്രവര പ്രഭോ. ആർക്കും അളക്കാൻ സാധിക്കാത്തതായിട്ടുള്ള മഹാപ്രഭുവാണങ്ങ്, സർവവ്യാപിയാണങ്ങ്, അങ്ങ് വാസുദേവനാണ്. അങ്ങനെ ആ യാദവകുല ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് വിറകിനുള്ളിൽ എങ്ങനെയാണോ അഗ്നി ഉണ്ട് എന്ന് ജ്ഞാനികൾ മനസ്സിലാക്കുന്നത്, അതേപോലെ എല്ലാ ജീവജാലങ്ങളുടെയും അന്തർഭാഗത്തായിക്കൊണ്ട് ആത്മസ്വരൂപത്തോടുകൂടി ആത്മനാത്മാശ്രയ പൂർവം മായയാ സസൃജേ ഗുണാൻ.
എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിക്കൊണ്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആത്മസ്വരൂപിയാണ് അങ്ങ്. ആ അങ്ങ് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തൻ്റെ ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട്, യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട്, ആ ഹൃദയ കർണികാ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് സർവസാക്ഷിയായി കൊണ്ട് വർത്തിക്കുന്നു. ശരിക്ക് അങ്ങ് യഥാർത്ഥത്തിൽ ആരാണങ്ങ്? പുരുഷോത്തമനാണങ്ങ്, അല്ലേ? ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിരവൈധസാം ഗൂഢോ ഗുഹാശയസാക്ഷി, അല്ലേ? ഗുഹാശയത്തില് ഹൃദയത്തില് സാക്ഷിയായിക്കൊണ്ട് അങ്ങനെയുള്ള മഹാപുരുഷ ഈശ്വര, പുരുഷോത്തമനാണങ്ങ്, സത്യസങ്കല്പനാണ്, ഈശ്വരനാണങ്ങ്. തനിക്ക് അന്യ ആശ്രയം ആവശ്യം ഒന്നുമില്ല. മറ്റുള്ളവരിൽ നിന്ന് ഒരാശ്രയം അവിടുന്ന് ഇല്ലെങ്കിൽ പോലും തന്നാൽ ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആ മായയാൽ, ആ ശരീരത്താൽ, അല്ലെ, സകല വിധത്തിലുള്ള എല്ലാ ഗുണങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ആ ഗുണങ്ങളാല് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് സൃജേ ഗുണാൻ തൈരിതം സത്യസങ്കൽപ്പ സൃജസ്യവസീശ്വര. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയും ഒക്കെ അങ്ങ് നിർവഹിക്കുന്നു എന്ന് പറയാണ്. അപ്പം നാരദ മഹർഷി കേശീവധം നടക്കുമ്പോൾ ശരിക്ക് ആകാശമാർഗത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം വീക്ഷിച്ചതായിട്ട് ദേവന്മാരൊക്കെ ആ സമയത്ത് അവിടെ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ഭഗവാൻ, ആ നാരദ മഹർഷി ഈ ഗംഭീരമായിട്ട് ഭഗവാനെ അവിടുന്ന് സ്തുതിച്ചു. അപ്രകാരമായിട്ടുള്ള അങ്ങ് രാജാക്കന്മാരായിട്ട് പിറന്നതായിട്ടുള്ള ധാരാളം അസുരന്മാര്, അല്ലെ, ഇന്ന് കംസൻ അയക്കുന്നതായിട്ടുള്ള അസുരന്മാരെ ഓരോരുത്തരെ ആയിട്ട് അങ്ങ് നിഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഭൂഭാരരഹിതത്തിന് വേണ്ടിയിട്ട്, ആ ഭൂഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടായി. അപ്പൊ അങ്ങനെയുള്ള അസുരന്മാര്, ഭൂതഗണങ്ങള്, രക്ഷതുകള് എന്നീ കൂട്ടരെയൊക്കെ അങ്ങ് വകവരുത്തിക്കൊണ്ട് ഈ ധർമ്മത്തിന്റെ, അല്ലെ, ആ അതിർവരമ്പുകള് ആരും ഭേദിക്കാതെ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അങ്ങ് ഇന്ന് കൃഷ്ണനായിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് അങ്ങ് അവതരിച്ചിരിക്കുന്നു. അപ്പൊ അവിടുത്തെ അവതാരം ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്യുന്നത്. അങ്ങ് അശ്വരൂപിയായിക്കൊണ്ട് വന്നതായിട്ടുള്ള ആ കേശിയെ ഒരു ലീല എന്നോളം അവിടുന്ന് ലീലാവിനോദം എന്നുള്ള രീതിയിൽ അവിടുന്ന് നിഗ്രഹിച്ചത് ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമായ ആ അസുരന്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് ഭയന്ന് വിറങ്ങലിച്ചതായിട്ടുള്ള ഈ ഗോകുലവാസികൾക്കൊക്കെ ഇന്ന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം. ദേവന്മാര് പോലും, അല്ലെ, മേഘപടലങ്ങൾ പോലും, ഇവന്റെ രോമങ്ങളെ കൊണ്ട് മേഘപടലങ്ങൾ പോലും ഇതായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ വരെ അതിന്റെ ദേവന്മാര് പോലും പേടിച്ചിരുന്നതായിട്ടുള്ള ആ കേശിയെ അങ്ങ് നിഗ്രഹിച്ചോടെ അക്കം ആ ദേവന്മാര് പോലും ആ സ്വർഗം വിട്ടൊഴിയുവാൻ പോലും അവർ തയ്യാറായിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങ്. അതുകൊണ്ട് ഇനി അധികം താമസിക്കണ്ട, അങ്ങിനി മറ്റന്നാള് കുവലയാപീഠം എന്നുള്ള ഗജവീരനെയും മല്ലന്മാരായിട്ടുള്ള ചാണൂരൻ, മുഷ്ടികൻ മുതലായവരെയൊക്കെ, അതുപോലെ തന്നെ കംസന്റെ അനിയന്മാരായിട്ടുള്ള കങ്കൻ തുടങ്ങിയതായിട്ടുള്ള ആ അസുരന്മാരെയൊക്കെ ഇനി ശംഖൻ, യവനൻ, മുരൻ തുടങ്ങിയതായിട്ടുള്ള അസുരന്മാരെയൊക്കെ അങ്ങ് വധിക്കുകയും അതുപോലെ തന്നെ പാരിജാതത്തെ അപഹരിച്ചുകൊണ്ട് ഇന്ദ്രനെ പരാജയപ്പെടുത്തുകയും ഞാൻ കാണാനിരിക്കുന്നതായിട്ടുള്ള ഓരോ ലീലകളെ കുറിച്ച് ഞാൻ അങ്ങയുടെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അവിടെ. ലോകനാഥനായിട്ടുള്ള അങ്ങയുടെ ഈ വിജയമാകുന്ന, ഈ വീര്യമാകുന്ന, അല്ലെങ്കിൽ കന്യാശുൽക്കം എന്നുള്ള രീതിയിൽ ഭീഷ്മക രാജാവായിട്ടുള്ള ആ രാജാവിന് നൽകിക്കൊണ്ട് രുക്മിണ്യാദി വീര കന്യകമാരെ അങ്ങ് പാണിഗ്രഹണം ചെയ്യുന്നതും, അങ്ങനെ ആ ദ്വാരകയിൽ വെച്ച് നൃഗമോക്ഷം എന്നുള്ള ലീല ആടിക്കൊണ്ട് ആ നൃഗരാജാവിന് ശാപമോചിതനാക്കുന്നതും എല്ലാം താൻ കാണുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇരിക്കുകയാണ് എന്ന് നാരദ മഹർഷി അവിടെ ആ ഭഗവാനെ പറഞ്ഞു മനസ്സിലാക്കി.
ഉദ്വാഹം ഒരു ഒറ്റ ശ്ലോകത്തിൽ ഇതെല്ലാം പറഞ്ഞു. ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാൽ ദ്വാരകായാം ജഗൽപതേ. നാരദ മഹർഷി ഭഗവാനെ സ്തുതിച്ചു. ഭാവി കാര്യങ്ങളെയൊക്കെ അവിടുന്ന് ഗംഭീരമായിട്ട് അവിടുന്ന് പ്രവചിച്ചു. അവിടെ അതെല്ലാം താൻ വീക്ഷിക്കുമെന്ന് ആ നാരദൻ ഭഗവാനോട് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് വലിയൊരു ശുഭപ്രതീക്ഷയായിട്ട് ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള ആ നാരദ മഹർഷി അല്ലെ അവിടെ പറഞ്ഞു. എത്ര എന്താണ് വേദവ്യാസ മഹർഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് അവിടെ അല്ലെ, വായുരിവാത്മസാക്ഷി ഇല്ലേ, ചുറ്റും സൂര്യനെ പോലെ എല്ലായിടങ്ങളും ബാഹ്യമായിട്ട് കാണാൻ സാധിക്കുന്നതും വായുവിനെ പോലെ എല്ലാവരുടെയും അന്തര്യാമിയായിട്ട് വർത്തിക്കാൻ സാധിക്കുന്ന ആരാണ്? ത്വം വായു അല്ലെ, വായുരിവ ആത്മസാക്ഷി, ആത്മസാക്ഷിയായിട്ടുള്ള ആളാണ് നാരദ മഹർഷി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നാരദനും സകല ത്രികാല ജ്ഞാനം ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് അവിടെ. എന്തായാലും ഇന്ന് അക്രൂരൻ വരും, ശ്രീകൃഷ്ണൻ നാളെ എന്ത് ചെയ്യും? മധുരയ്ക്ക് എഴുന്നള്ളും, മറ്റന്നാള് കംസനെയും മറ്റും നിഗ്രഹിക്കും എന്നതുള്ള. അതുകൊണ്ടാണ് അവിടെ പറയുന്ന ഈ പരശ്വോഹനി ചാണൂരം മുഷ്ടികം ചെയ്വ മല്ലാൻ അന്യാംശഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരശ്വോഹനിതേ വിഭോ. പരശ്വോഹനി എന്ന് പറഞ്ഞാല് മറ്റന്നാള്. അപ്പൊ മറ്റന്നാള് അങ്ങ് ആ കംസവധം എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കർമ്മം ചെയ്യും. അത് കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ട് അവിടെ മല്ലരംഗത്തിലേക്ക് എത്തിയിരിക്കും എന്നുള്ളതൊക്കെ അവിടെ അറിയിച്ചു. പിന്നീടാണ് അങ്ങയുടെ അടുത്ത ലീലയെ കുറിച്ച് പിന്നെ പ്രവചിക്കുകയാണ്. എന്താണ്? ഇനി സെമന്തകം എന്നുള്ള ആ രത്നത്തിന്റെ കഥകള് അല്ലെ, ജാമ്പവാന്റെ ഗുഹയിൽ നിന്ന് ആ ജാമ്പവതിയെ പരിണയിച്ച് അങ്ങനെ ആ പത്നിയോടും ആ സെമന്തക രത്നത്തോടും കൂടി നേരെ ദ്വാരകയിലേക്ക് വീണ്ടും വന്ന് അവിടെ വന്ന് പിന്നീട് സന്താനഗോപാലം തുടങ്ങിയതായിട്ടുള്ള ലീലകള് അല്ലെ, മൃതപുത്ര പ്രധാനം ച ബ്രാഹ്മണസ്യ സ്വധാമത. ആ ബ്രാഹ്മണന്റെ മരിച്ചുപോയതായിട്ടുള്ള പുത്രന്മാരെയൊക്കെ തന്റെ ആസ്ഥാനമായിട്ടുള്ള ആദി വൈകുണ്ഠത്തിൽ അവിടെ അർജുനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് പോയി അവിടുന്ന് കൊണ്ടുവന്ന് പിന്നീട് പൗണ്ഡ്രകസ്യ വധം പശ്ചാൽ കാശി പുര്യാശ്ചമീപ ദീപനം അല്ലെ, അവിടെ ആ പൗണ്ഡ്രകനെ നിഗ്രഹിക്കുകയും അതുപോലെ തന്നെ കാശീദഹനവും ഒക്കെ രാജസൂയ യജ്ഞത്തിൽ വെച്ച് ശിശുപാലനെയൊക്കെ യാന്യാനി വീര്യാണി ദ്വാരകാമ അവസൻ ഭവാൻ കർത്താ ദൃക്ഷ്യാമ്യഹം താനികയാനി കവിഭിർഭുവി. അപ്പൊ ശിശുപാലവധവും ദന്തവക്ത്രവധവും ഒക്കെ അത് തന്നെയല്ല, ആ ക്രാന്തദർശികളായിട്ടുള്ള മഹാന്മാരില് എന്താണ് ഗാനം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഭഗവാന്റെ വീരകൃത്യങ്ങളെയൊക്കെ ഇനി ഞാൻ കാണാൻ പോവുകയാണ്. അഥതേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ലക്ഷ്യാമ്യ അർജുന സാരഥേഹേ. ഇനി അത് തന്നെയാണോ? അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അങ്ങയുടെ ഈ അവതാരത്തിന്റെ മുഖ്യ ഉദ്ദേശം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് ഈ ഭൂഭാരത്തെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇച്ഛിച്ചുകൊണ്ടിരിക്കുന്ന കാലസ്വരൂപനാണ് അങ്ങ്. ഓരോ കാലത്തും അങ്ങ് കാലചക്രമായിട്ട് അങ്ങ് അവതരിക്കും. അങ്ങനെ അങ്ങ് ആ അർജുനന്റെ സാരഥ്യം സ്വീകരിച്ചുകൊണ്ട് ആ ശത്രുപക്ഷത്തുള്ള ആ കൗരവ സഭയെ മുഴുവൻ, അക്ഷൗഹിണികളായിട്ടുള്ള സൈന്യങ്ങളെ മുഴുവൻ വകം വരുത്തുന്നതായിട്ടുള്ള ഇനി കാണാൻ സാധിക്കും. അപ്പം ഇതൊക്കെ എന്താണ് ശരിക്ക്? ഇതൊക്കെ ഭാവി കാര്യങ്ങളാണ്. എല്ലാം അവിടെ നാരദ മഹർഷി ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ദീർഘജ്ഞാനത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു എന്നല്ലാതെ ഇതിലെ ക്രമം അനുസരിച്ചൊന്നും അല്ല സംഭവങ്ങൾ നടക്കുന്നത് എന്ന് പറയുകയാണ്. എന്തായാലും ഇവിടെ ആദ്യം ആ ദന്തവക്ത്രവധവും കഴിഞ്ഞിട്ടാണ് പിന്നീട് ശിശുപാലവധം ഒക്കെ നടക്കുന്നത്. അതൊക്കെ അവിടെ പറയുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങനെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ബ്രാഹ്മണന്റെ മൃതപുത്രരെ കൊണ്ടുവന്ന ചരിത്രം, ഈ സന്താനഗോപാലം, പിന്നെ യുദ്ധത്തിന് പോകുന്നതായിട്ടുള്ള രംഗം, ആ ഗീതോപദേശം തുടങ്ങിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ആ ഭഗവാനെ മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ ബാക്കി അത് എന്താണ് നാരദൻ നിശ്ചയിച്ചിരിക്കുന്നത്? എന്താണ് നാരദൻ പറഞ്ഞത്? നാരദൻ ഇനി കാണുന്ന കാര്യങ്ങളൊക്കെ നാരദന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അല്ലേ, ഭഗവാന്റെ ആ സ്വധാമഗമനത്തിനെ കുറിച്ച് നാരദൻ പറയുന്നില്ല എന്ന് പറയാണ്. അത് വീക്ഷിക്കാൻ നാരദന് അത്ര താല്പര്യവുമില്ല അവിടെ. എന്തായാലും ഈ കട്ട പിടിച്ച പരിശുദ്ധമായിട്ടുള്ള ആ അനുഭവജ്ഞാനം ആണ് യഥാർത്ഥത്തില് അങ്ങ് വിശുദ്ധി വിജ്ഞാന ഘനം സ്വസംസ്ഥയാ
സമാപ്ത സർവാർത്ഥം അമോഘവാഞ്ചിതം സ്വതേജസാ നിത്യ നിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീവഹി. അപ്പം പൂർണ്ണ ഈ എന്താണ് കട്ട പിടിച്ച പരിശുദ്ധമായിട്ടുള്ള അനുഭവജ്ഞാനമാണ് അങ്ങ്. അതായത് സ്വകീയ രൂപത്തിൽ തന്നെ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറയുന്നത് പോലെ തന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കപ്പെട്ടതായിട്ടുള്ള സമസ്ത കാമങ്ങളെയും വെടിഞ്ഞവനാണ് അങ്ങ്. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ആ കാമങ്ങൾ മുഴുവൻ തന്നിലേക്ക് വേണ്ടി ആ ഈശ്വരത്തിലേക്ക് വേണ്ടി നേരെ തിരിച്ചവനാണ് അങ്ങ്. അതുകൊണ്ട് തൻ്റെ വൈഭവത്താൽ എന്നേക്കുമായി ദൂരീകരിക്കപ്പെട്ടതായിട്ടുള്ള ആ മായാഗുണങ്ങളോട് കൂടിയവനും പിന്നെയോ ഐശ്വര്യാദി ഷൽഗുണ സമ്പൂർണമായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞവിടെ ആ ഭഗവാൻ നാരദ മഹർഷി ആ ഭഗവാന്റെ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നതോടെ അങ്ങ് പ്രപഞ്ച നിയന്താവായിട്ടുള്ള സർവേശ്വരനാണ്. അന്യ ആശ്രയമില്ലാതെ സർവ തന്ത്ര സ്വതന്ത്രനാണ് അങ്ങ്. തൻ്റെ ആ മായാശക്തികളെ കൊണ്ടാണ് ഇന്ന് മഹത്തത്വം അഹങ്കാരം തുടങ്ങിയതായിട്ടുള്ള എല്ലാ വിശേഷങ്ങളെ കൊണ്ട് ഇന്ന് പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തുകയും അതിനെ സംഹാരം ചെയ്യുകയും ചെയ്യുന്ന രീതികൾ. ഇപ്പോ ഇതൊക്കെ എന്തിനാണ് യഥാർത്ഥത്തിൽ? ഇതൊക്കെ ഒരു ലീലാവിനോദത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഈ ഒരു പ്രകൃതിയെ സ്വീകരിച്ചു, ഈ ഒരു മനുഷ്യരൂപം അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ ഈ വൃഷ്ണികളുടെ കൂടെ ഒരു യാദവ ശ്രേഷ്ഠനായിട്ട് അങ്ങ് വസിച്ചു. അങ്ങനെ ആ വൃഷ്ണികളെ സാത്വികര് എന്നിവരെല്ലാം അടങ്ങുന്നതായിട്ടുള്ള യദുവംശത്തിൽ അങ്ങ് അധിപതിയായിട്ടുള്ള ഹേ നതോസ്മി ഞാൻ നമസ്കരിക്കുന്നു. നതോസ്മി ധുര്യം യദു വൃഷ്ണി സത്വതാം. യദുവംശത്തിലുള്ള വൃഷ്ണികളുടെയും ആ യാദവന്മാരുടെയും ഇടയിലുള്ള അധിപനായിക്കൊണ്ട് ഉള്ള ഹേ കൃഷ്ണസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഞാനിതാ അവിടത്തേക്ക് നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ നാരദ മഹർഷി. എന്തായാലും ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു, ഭാഗവതോത്തമനായിട്ടുള്ള ആ നാരദ മഹർഷി ഭഗവത് ദർശനം കൊണ്ട് അത്യാനന്ദത്തോടുകൂടി യാദവ ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെയൊക്കെ സ്തുതിച്ചു, നമസ്കരിച്ചു. എന്നിട്ടോ ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയൽപാലേ പ്രീതേർ വ്രജസുഖാവഹ. അങ്ങനെ ഗോവിന്ദൻ എന്ന നാമധേയത്തോടുകൂടി ആ ഭഗവാൻ കേശിയെ യുദ്ധത്തിൽ ജയിച്ച് ആ ഗോകുലത്തിന് എല്ലാവർക്കും സുഖം പരത്തിക്കൊണ്ട് സന്തുഷ്ടരായിട്ടുള്ള ഗോപാലന്മാരോടുകൂടി വീണ്ടും പശുക്കളെ മേച്ചു നടന്നു എന്ന് പറയാണ്. അങ്ങനെ ഏകദാതേ പശൂൻ പാലാൻ ചാരയന്തോദ്രിസാനുഷു. അങ്ങനെ ഒരിക്കല് ഈ പശുക്കളെ ഇങ്ങനെ മേച്ചു നടക്കുന്ന സമയത്താണ് അവിടെ ഒരിക്കല് ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വാരത്തില് ചക്രോർ നിലായന ക്രീഡാശ്ചോര പാലാപദേശത തത്രാസൻ കതിജിച്ചോര പാലാശ്ച കതിജിനൃപ മേഷായിതാശ്ച തത്രൈകേ വിജഹ്രൂരകുതോ ഭയാഹ. ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരയില് പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഈ ഗോപന്മാരോട് കൂടി. അവിടെ എങ്ങനെയാണ് അവരിപ്പം അന്ന് അവരുടെ കളി എന്ന് പറഞ്ഞാല് ഈ എന്താണ് പോലീസും കള്ളനും കളിക്കുക എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞാല് ഒളിച്ചുകളിയാണെന്ന്. അപ്പം ചിലരെന്ത് ചെയ്യും, കള്ളന്മാരായിട്ടൊക്കെ അഭിനയിച്ച് മോഷ്ടിച്ച് ഒളിക്കുക. വേറെ ചിലരെന്ത് ചെയ്യും, നിയമപാലകന്മാരായിട്ട് അല്ലെ പോലീസ് ആയിക്കൊണ്ട് വന്ന് ഇവരെയൊക്കെ ചോദ്യം ചെയ്യുക, ആ ചോരന്മാരെയൊക്കെ കണ്ടുപിടിക്കുക. ഇതായിരുന്നു ആ ലീലയുടെ അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുടെ കളികളുടെ ഒരു സ്വഭാവം. പിന്നെ ചിലര് ആടുകളായിട്ടൊക്കെ അഭിനയിച്ചുമൊക്കെ അവിടെ കളിച്ചു എന്ന് പറയാണ്. മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷധൃ മേഷായിതാന പോവാഹ പ്രായശ്ചോരായിതാ ബഹുൻ. അപ്പോഴാണ് അവിടെ വ്യോമാസുരൻ എന്ന് പേരായിട്ടുള്ള അടുത്ത ആളെ കംസൻ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ എന്താണ് ക്യൂ ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒരാൾ പോയി കഴിഞ്ഞാൽ ആരെയും കിട്ടുന്നില്ല, ആരും തിരിച്ചു വരുന്നില്ല. ഒരാൾ കഴിഞ്ഞ് എപ്പോഴാ മരണം എന്ന് നോക്കിയിരിക്കുക കംസൻ അടുത്ത ആളെ വിടാൻ വേണ്ടിട്ട്. അങ്ങനെ തയ്യാറായിക്കൊണ്ട് ഇനി അടുത്ത ആളാണ് വ്യോമാസുരൻ എന്ന് പറയുന്നത്. അങ്ങനെ മഹാമായാവിയായിരുന്നു, മയന്റെ പുത്രനായിരുന്നു. അങ്ങനെ അസുരശില്പിയായിട്ടുള്ള മയന്റെ പുത്രനുമായിട്ടുള്ള ഈ വ്യോമാസുരൻ എങ്ങനെയാ വന്നത്? അവിടെ ഓരോരുത്തരും അവിടെ വരുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് അല്ലെ.
ശകടാസുരനൊക്കെ ചെന്നപ്പോ അവിടെ വണ്ടി കണ്ട് വണ്ടിയിലേക്ക് ആവേശിച്ചു. ഇവിടെ അങ്ങനെയല്ല, ഒരു ഗോപാല വേഷത്തില്, കൂട്ടുകാരന്റെ വേഷത്തിൽ തന്നെ ദാ അവിടെ ചെന്ന് ആ ഭഗവാന്റെ കൂടെ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇവിടെ കള്ളനും അല്ലെ, നിയമപാലകനും കള്ളനും തമ്മിലുള്ള കളിയാണ്. അങ്ങനെ ആ കള്ളനായിട്ട് അഭിനയിച്ചുകൊണ്ട് മേഷായിതാനപോവാഹ പ്രാജശ്ചോരായിതോ ബഹൂൻ, കള്ളനായിട്ട് അഭിനയിച്ച് എന്നിട്ടോ ആടുകളായിട്ട് അഭിനയിച്ചതായിട്ടുള്ള അനേകം ഗോപന്മാരെയൊക്കെ തട്ടിക്കൊണ്ടു പോവുക. അങ്ങനെയായി. ആടുകളായിട്ട് കുറച്ച് ഗോപന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആ മോഷ്ടിച്ചവരെ ആ അസുരൻ എന്ത് ചെയ്തു? വലിയൊരു ഗുഹയുണ്ടായിരുന്നു അവിടെ. തസ്യതൽ ശിലയാ പിതഥേദ്വാരം ചതുഃപഞ്ചാവശേഷിതാം. അപ്പൊ ആ പർവ്വത ഗുഹയിൽ കൊണ്ടിട്ട് ആ ഗുഹാദ്വാരം എന്ത് ചെയ്തു? ഗുഹാദ്വാരം ഒരു വലിയ കല്ലുകൊണ്ടെടുത്ത് അടച്ചു. അത് അങ്ങനെ ആടുകളായിട്ട് അനുഭവിച്ചതായിട്ടുള്ള 4-5 പേര് മാത്രമേ പിന്നീട് ആ കാട്ടില് അവശേഷിച്ചുള്ളൂ. എന്തായാലും ആ അസുരന്റെ ഈ ഒരു പ്രവൃത്തി സജ്ജനങ്ങളെ വല്ലാണ്ട് പേടിപ്പിച്ചു അവിടെ. എന്തായാലും എല്ലാവർക്കും അഭയം നൽകുന്നതായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? തസ്യതൽ കർമ്മ വിജ്ഞായ കൃഷ്ണശരണദസ്സതാം ഗോപാൻ നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസ. ഭഗവാൻ ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നേരെ എന്ത് ചെയ്തു? ഗോപന്മാരെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള അസുരനെ സിംഹം എങ്ങനെയാണോ ചെന്നായെ പോലെ, അതാണ് അവിടെ ഗോപാൻ നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസ. അങ്ങനെയാ, എങ്ങനെയാണോ ഈ സിംഹം ചെന്നായെ എന്ന പോലെ ബലമായിട്ട് പിടികൂടി അവനെ. കാരണം ഇവിടെ ഇതെന്താണ്? നിയമപാലകനും അല്ലെ, കള്ളനും പോലീസും കളിയാണ്. ഇവിടെ കളി എന്തായി? കളി കാര്യമായിട്ട് മാറി. അപ്പൊ യഥാർത്ഥ ചോരനായിട്ടുള്ള വ്യോമാസുരൻ നിയമപാലകനായിട്ടുള്ള കൃഷ്ണനാൽ പിടികൂടി എന്ന് പറയാണ്. ചെന്നായ്ക്ക് ആടിനെ പിടിക്കാൻ അല്ലെ, ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ് ആടിനെ പിടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ഘോര മൃഗമായതായിട്ടുള്ള ആ ചെന്നായിയെ പിടിക്കാൻ എങ്ങനെയാണോ സിംഹത്തിന്റെ ആ സാമർഥ്യം, അതേപോലെയായിരുന്നു കൃഷ്ണൻ. അങ്ങനെ ഇവിടെ ആ വ്യോമാസുരൻ അല്ലെ പ്രബലനാകയാൽ അവിടെ സാക്ഷാൽ ശ്രീഹരി തന്നെ ആ സിംഹമായിട്ട് അവിടെ മാറേണ്ടി വന്നു എന്ന് പറയാണ്. എന്തായാലും ഭഗവാന്റെ ആ പിടിയിൽ പെട്ടപ്പോഴേക്കും വ്യോമാസുരൻ ആ പർവ്വതത്തിന് സദൃശനായിട്ട് മാറി എന്ന് പറയാണ്. വെച്ചാൽ അതുപോലെ പർവ്വതാകാരമായിട്ടുള്ള ശരീരം. പിടിപിടിക്കുവാനൊക്കെ പലതവണ കിണഞ്ഞ് പരിശ്രമിച്ചു, പക്ഷേ അതൊന്നും വേണ്ട പോലെ സാധിച്ചില്ല. ഭഗവാൻ അവനെ അങ്ങോട്ട് ഇരു കൈകളും കൊണ്ട് അങ്ങോട്ട് മുറുക്കി പിടിച്ച് ആ നിലത്തേക്ക് അങ്ങോട്ട് ഒരു വീഴ്ത്തി. എങ്ങനെയാണോ ഒരു യജ്ഞപശുവിനെ എന്ന പോലെ ദേവന്മാര് നോക്കി, യജ്ഞപശുവിനെ എങ്ങനെയാ പശുവാലംബനത്തിന് വേണ്ടിയിട്ട് ഉപദ്രവിക്കുന്നത്, അതേപോലെ ഭഗവാൻ എത്ര നിസ്സാരമായിട്ട് ആ വ്യോമാസുരനെ കൊല്ലുന്നതായിട്ടുള്ള ഒക്കെ ആ രംഗങ്ങളൊക്കെ ആകാശമാർഗങ്ങളിൽ ദേവന്മാരൊക്കെ അവിടെ നിന്ന് നോക്കി നിന്നു എന്ന് പറയാണ്. തം നിഗൃഹ്യ അച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരമമാരയൽ. അങ്ങനെ ആ വ്യോമാസുരനെ കൊല്ലുന്നതായിട്ടുള്ള രംഗങ്ങളെയൊക്കെ ദേവന്മാര് അവിടുന്ന് ആകാശത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ ആ ഗുഹാഭിധാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃച്ഛ്രത സ്മയമാന സുരൈർഗോപൈഹി പ്രവേശ സ്വഗോകുലം. ആ ഗുഹയിൽ അടച്ചിട്ടതായിട്ടുള്ള ആ ഗോപന്മാരെയൊക്കെ അവരുടെ ആ കഷ്ടപ്പാടിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ആ ഗോപന്മാരാലും അതുപോലെ തന്നെ ഒക്കെ സംരക്ഷിച്ച് ഭഗവാന്റെ കൂടെ നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ എന്ത് ചെയ്തു? അവരൊക്കെ ഭഗവാനെ തന്നെ കീർത്തിച്ചുകൊണ്ട് ഗാനം ആലപിക്കാൻ തുടങ്ങി. അങ്ങനെ ഗോപന്മാരാലും ദേവന്മാരാലും അല്ലെ സ്മയമാന സുരൈർഗോപൈഹി പ്രവിവേശ സ്വഗോകുലം. അങ്ങനെ ദേവന്മാരെ കൊണ്ടും ഗോപന്മാരെ കൊണ്ടും ഒക്കെ വാഴ്ത്തപ്പെട്ടതായിട്ടുള്ള ആ ഭഗവാൻ എല്ലാവരോടും കൂടി നേരെ ഗോകുലത്തിലേക്ക് യാത്രയായി എന്ന് പറയാണ്. ഇതാണ് 37-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നീടാണ് ഇനി ഗംഭീരമായിട്ടുള്ള അക്രൂരന്റെ ഗോകുല യാത്രയാണ് ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇപ്പം പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.